Welcome to Garam Masala, the magic spices of cooking. ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇന്ന് നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 10 മിനിറ്റ് കുതിർത്തിയെടുക്കണം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഈ റൈസ് 80% കുക്കായി വന്നാൽ മതി. ബാക്കി നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന സമയത്ത് വെന്തുകൊള്ളും. നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡ്രൈൻ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇതുപോലെ വേറിട്ട് നിൽക്കണം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ബ്രസ്റ്റിനെ ഇതുപോലെ നീളമുള്ള പീസായി മുറിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയ സോസ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കനെ നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചേർത്ത് കൊടുക്കണം. ഈ സവാളയും ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ ബെൽ പെപ്പർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ പെപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതായി 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഓവർ കുക്കാകരുത്, ചെറുതായൊന്ന് വെന്തു വന്നാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെജിറ്റബിൾസിനെ എല്ലാം നമുക്ക് സൈഡിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യണം. നമ്മുടെ മുട്ട കുക്കായി വരുന്നുണ്ട്. ഇതിനെ നമുക്ക് വെജിറ്റബിൾസുമായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ സോയ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസ് ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അടുത്തതായി നമുക്കിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസാണിത്. ഈ റൈസിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ഇളക്കി കൊടുക്കരുത്, റൈസ് ഉടഞ്ഞു പോകുവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അടുത്തതായി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായി വൈറ്റ് പെപ്പർ പൗഡർ ഉപയോഗിച്ചാൽ മതി. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. അവസാനമായി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയില ഓപ്ഷണലാണ്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.